എന്താണ് പിക്സൽ? എന്താണ് മെഗാ പിക്സൽ? മെഗാ പിക്സൽ എന്നുള്ളത് ദശലക്ഷത്തിന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതിനകത്ത് മെഗാ വിട്ടേക്കാം, നമുക്ക് പിക്സലിനെ എടുക്കാം. എന്താണ് ഒരു പിക്സൽ? ഒരു പിക്സൽ എന്നുള്ളത് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ അതൊരു ലൈറ്റ് മീറ്ററാണ്. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അളക്കാനുള്ള ഒരു മീറ്ററാണ്. ഒരു പിക്സൽ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഡിവൈസാണ്. അതിലേക്ക് വന്ന് പതിക്കുന്ന ലൈറ്റ് എത്ര യൂണിറ്റ് ഉണ്ട് എന്ന് ഡിജിറ്റലി അളന്നെടുത്തിട്ട് അതിൻ്റെ പ്രോസസ്സറിലേക്ക് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പിക്സലിൻ്റെ ജോലി. ഒരു പിക്സലിന് റീഡ് ചെയ്യാൻ പറ്റുന്ന പ്രകാശത്തിൻ്റെ അളവിന് ഒരു പരിധിയുണ്ട്. പരമാവധി ഇത്രത്തോളം പ്രകാശം അതിനെ റീഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഏറ്റവും ചുരുങ്ങിയത് ഇത്രത്തോളം ലൈറ്റ് അതിനെ റീഡ് ചെയ്യാൻ സാധിക്കും. അതിന് താഴോട്ട് പോയാൽ അതിന് റീഡ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതിൽ പതിക്കുന്ന പ്രകാശത്തെ അളക്കാൻ സാധിക്കില്ല. അതേപോലെ കൂടുതലായി കഴിഞ്ഞാലും അതിൻ്റെ പരിധിയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിന് റീഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് എറർ റിപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിന് സാധിക്കുന്നില്ല എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് പിക്സല് ലൈറ്റ് റീഡ് ചെയ്യുന്നത് എന്നതിന് ഒരു ഉദാഹരണ സഹിതം നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്കിപ്പോൾ പരമാവധി ഒരു 50 കിലോ ഭാരം ഒരാൾ ഇട്ട് തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ പോട്ടെ, നമുക്കത് ഒരു 25 കിലോ ആക്കാം. ഒരാൾ ഒരു 25 കിലോ ഉള്ള ഒരു സാധനം നിങ്ങളുടെ കയ്യിലേക്ക് ഇട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിടിക്കാൻ സാധിക്കും. ഓക്കെ, അയാൾ ഇടുന്നത് ആദ്യം ഇട്ടത് 25 കിലോ ആയിരുന്നു. നിങ്ങൾ പരമാവധി എഫേർട്ട് എടുത്തിട്ട് അത് താങ്ങി നിർത്തി മാറ്റിവെച്ചു. പിന്നീട് അയാളൊന്നും പറഞ്ഞില്ല. പിന്നീട് അയാൾ ഇട്ടത് 50 കിലോ വെയിറ്റ് ആയിരുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാതെ 25 കിലോ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് അത് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾക്ക് സാധിച്ചില്ല. നിങ്ങൾ കയ്യിൽ നിന്ന് അത് താഴെ പോയി. അതായത് അവിടെ ഫെയിലായി നിങ്ങൾ. അത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത പ്രാവശ്യം അയാൾ നിങ്ങൾക്ക് ഇട്ട് തന്നത് 200 ഗ്രാമുള്ള ഒരു വസ്തുവായിരുന്നു. ഇപ്പം നിങ്ങൾ നേരത്തെ പോലെ അല്ലെങ്കിൽ ഒരു നല്ല ഭാരം പ്രതീക്ഷിച്ച് കാത്തു നിന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് വളരെ ഭാരം കുറഞ്ഞതാണ്. അതോടുകൂടി നിങ്ങളുടെ ബാലൻസ് തന്നെ പോയി, നിങ്ങൾ അവിടെയും ഒന്ന് പരാജയപ്പെട്ടു പോയി. ഇതേപോലെ തന്നെയാണ് സെൻസറിൻ്റെയും കാര്യം. സെൻസറിലോട്ട് വരുന്ന പ്രകാശം എത്രയാണ് എന്നതിനെക്കുറിച്ച് അതിനൊരു ധാരണയില്ലെങ്കിൽ അത് റീഡ് ചെയ്യുന്ന പ്രകാശത്തിന് എത്രത്തോളം പ്രകാശം അതിൻ്റെ മേലെ പതിക്കുന്നുണ്ട് എന്ന് റീഡ് ചെയ്യാൻ അതിന് ബുദ്ധിമുട്ടാകും. പലപ്പോഴും അത് എററായി മാറും. ഇനി നേരത്തെ പറഞ്ഞ ആ ഉദാഹരണത്തിലേക്ക് തന്നെ വരാം. നിങ്ങൾക്ക് ഒരാൾ വെയിറ്റുള്ള സാധനങ്ങൾ ഇങ്ങനെ ഇട്ട് തരികയാണ്. പല വെയിറ്റ് ഉണ്ട്, നിങ്ങൾക്കും അറിയില്ല, അയാൾക്കും അറിയില്ല. അതേ സമയത്ത് അയാൾ അവിടെ നിന്ന് ഇടുന്ന വെയിറ്റ്, ഓക്കെ ഞാൻ 10 കിലോയാണ് ഇപ്പോൾ താഴോട്ട് ഇടുന്നത്, പിടിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം 10 കിലോ വെയിറ്റ് താങ്ങാൻ വേണ്ടിയിട്ട് കൃത്യമായി റെഡിയായി നിൽക്കും. അടുത്ത സാധനം ഇടുമ്പോൾ അയാൾ പറയുകയാണ് ഇത് 500 ഗ്രാം മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 500 ഗ്രാം വളരെ കൂളായിട്ട് കൃത്യമായിട്ട് എടുക്കും. ലാസ്റ്റ് പറയുകയാണ് അയാൾ, ഓക്കെ ഇതൊരല്പം വെയിറ്റ് കൂടുതലുണ്ട്, 25 കിലോ ഉണ്ട്, ശരിക്കും ഒന്ന് പിടിച്ചോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 25 കിലോ പിടിക്കാൻ വേണ്ടി ശരിക്കും റെഡിയായി നിന്നിട്ട് പിടിച്ചെടുക്കും. ഇനി പറയുകയാണ് ഓക്കെ ഇത് ഒരു കിലോ ഉള്ളതാണ് അടുത്തത്. അങ്ങനെ ഓരോ വെയിറ്റും നിങ്ങളോട് പറഞ്ഞിട്ട് ഇട്ട് തരികയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പ്രിപ്പയർഡായി നിന്നിട്ട് അത് പിടിച്ച് കൃത്യമായി മാറ്റിവെക്കും. ഇനി പിക്സലിലേക്ക് വരാം. പിക്സലിനോട് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പറയുകയാണ് ഇനി വരുന്ന പ്രകാശം കുറച്ച് ഹാർഷായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കട്ടിയുള്ള പ്രകാശമാണ് വരാൻ പോകുന്നത്, അതുകൊണ്ട് റെഡിയായിട്ട് നിന്നോളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്സല് അതിന് അനുസരിച്ച് പ്രിപ്പയർഡായിട്ട് നിൽക്കും. പിക്സലിനോട് കൊടുക്കുന്ന ഒരു കമാൻഡ് വെളിച്ചം വളരെ കുറവാണ്, അപ്പോൾ ഒന്ന് മെനക്കെട്ടിട്ട് ഒന്ന് കൃത്യമായിട്ട് റീഡ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ പിക്സല് അതിനനുസരിച്ചുള്ള ഒരു തോതും എടുത്തിട്ട് അത് റീഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പ്രകാശത്തെ അളക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കും. അതേപോലെ ഓരോ സമയാസമയങ്ങളിൽ നിങ്ങൾ പിക്സലിന് നിർദ്ദേശം കൊടുക്കുകയാണ്, ഇത്ര ഏകദേശം ഈ ഒരു റേഞ്ചിലുള്ള ലൈറ്റ് ആയിരിക്കും വരുന്നത്, അപ്പോൾ അത് കറക്റ്റായിട്ട് റീഡ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ആ പിക്സല് കൃത്യമായിട്ടും ആ ലൈറ്റ് അതിൻ്റെ ദേഹത്ത് വന്ന് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വന്ന് പതിക്കുന്ന പ്രകാശത്തെ കൃത്യമായി റീഡ് ചെയ്തെടുത്തിട്ട് പ്രോസസ്സറിലേക്ക് കൊടുക്കും. അതിൽ എവിടെയും പരാജയം ഉണ്ടാവില്ല. ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞ ഉദാഹരണം പോലെ നിങ്ങൾ പറഞ്ഞതിൽ തെറ്റിപ്പോയി. അതായത് നിങ്ങൾ സെൻസറിനോട് പറഞ്ഞു വളരെ ചെറിയ പ്രകാശമാണ് വരുന്നത്, അതായത് മുകളിൽ നിന്ന് വെയിറ്റ് താഴോട്ട് ഇടുന്ന ആൾ പറഞ്ഞു ഇത് ഒരു 200 ഗ്രാമുള്ള സാധനമാണ് ഞാൻ ഇടുന്നത് എന്ന് നിങ്ങളോട് പറഞ്ഞു. എന്നിട്ട് അയാൾ ഇട്ടത് ഒരു 25 കിലോ ഉള്ള സാധനമായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? 200 ഗ്രാം വെയിറ്റ് പിടിക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കുന്നത് വളരെ കൂളായിട്ടായിരുന്നു. അതിൽ 25 കിലോ വന്നപ്പോൾ ഒറ്റയടിക്ക് സാധനം താഴെ പോയി, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. അതേപോലെ പിക്സലിനോട് നിങ്ങൾ പറയാണ് കുറഞ്ഞ പ്രകാശമാണ് വരുന്നത്, കൃത്യമായി റീഡ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ സെൻസർ അല്ലെങ്കിൽ പിക്സല് അത്
ചെറിയ പ്രകാശം റീഡ് ചെയ്യാനുള്ള സ്കെയിലും എടുത്ത് റെഡിയായിട്ട് നിൽക്കും. പക്ഷേ അവിടെ വരുന്നത് വളരെ ശക്തമായ പ്രകാശമാണെങ്കിൽ സെൻസറിൻ്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോകും. അതിനകത്ത് കൃത്യമായിട്ട് റീഡ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ പിക്സലിനെ റീഡ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് അത് പ്രോസസ്സറിനോട് പറയും. അതായത് എറർ റിപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ എറർ റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോയ്സ് എന്ന് വിളിക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായി ഞാൻ പിന്നീട് പറയുന്നുണ്ട്. പിക്സലിനോട് നിങ്ങൾ പറയണം വളരെ ഹാർഷായ ലൈറ്റാണ് വരുന്നത്, അതുകൊണ്ട് നല്ല പോലെ റെഡിയായി നിൽക്കണം, കൃത്യമായിട്ട് റീഡ് ചെയ്യണം എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പം തീരെയും ലൈറ്റ് ഇല്ലായിരുന്നു, വളരെ ലൈറ്റ് കുറവായിരുന്നു. അപ്പോൾ പിക്സൽ അവിടെ റെഡിയായി നിൽക്കുന്നത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ലൈറ്റ് റീഡ് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ്, അത് റീഡ് ചെയ്യാൻ തയ്യാറായ യൂണിറ്റ് പ്രകാരം ക്യാമറയുടെ അകത്തുകൂടി വരുന്ന പ്രകാശം വളരെ കുറവായിരുന്നു. അതിന് കൃത്യമായിട്ട് ആ യൂണിറ്റ് വെച്ച് അത് റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിക്സൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോസസ്സറിനോട് പറയും എററാണ്, എനിക്ക് കിട്ടിയില്ല, താഴെ പോയി സാധനം. അങ്ങനെ വരുന്ന സമയത്തും ഈ നമ്മുടെ ചിത്രങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഒരു പിക്സലിൻ്റെ ഒരു കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മൾ അതിനോട് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ഒരേ ഒരു പിക്സലിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് അതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, എത്രയാണ് നമുക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു പ്രകാശം എന്നുള്ളത്. അത് ഒരു ഏകദേശ കണക്കായിരിക്കാം, എങ്കിൽ കൂടി പിക്സൽ അതിനനുസരിച്ച് തയ്യാറായിട്ട് നിൽക്കും. രണ്ടാമത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം, പിക്സലിന് നിങ്ങൾ തെറ്റായ ഒരു ഇൻഫർമേഷനാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് കൃത്യമായിട്ട് ലൈറ്റ് റീഡ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോഴും അതിനകത്ത് പ്രശ്നങ്ങൾ വരും, നിങ്ങളുടെ ചിത്രങ്ങളിൽ പ്രശ്നം വരും. ഇനി നമുക്ക് റിയൽ ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരാം. നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാണ്, നട്ടുച്ച വെയിലത്താണ് പോകുന്നത്, പുറത്ത് നല്ല ലൈറ്റ് ഉണ്ട് എന്ന് നിങ്ങളുടെ ക്യാമറയിലെ സെൻസറിലെ പിക്സലിന് നിർദ്ദേശം കൊടുക്കണം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ അതിൻ്റെ ഒരു സെറ്റിങ്ങിലേക്ക് പോകണം. അതാണ് ISO സെറ്റിങ്. നമ്മൾ ക്യാമറ സെൻസറിലുള്ള പിക്സലിന് ലൈറ്റ് റീഡ് ചെയ്യാൻ ഏത് യൂണിറ്റ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ എത്രത്തോളം റേഞ്ചിലുള്ള എത്രത്തോളം ശക്തമായ പ്രകാശമാണ് അകത്തോട്ട് കടന്നു വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശം കൊടുക്കുന്ന ഒരു സെറ്റിംഗ് ആണ് ISO, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. അപ്പോൾ ഈ ISO വന്നത് നമ്മുടെ ഫിലിമിൽ നിന്നാണ്. അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഇപ്പോൾ ഈ ISO സെറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാം. ഇതുവരെയും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പിക്സലിൻ്റെ കാര്യമാണ്, അതായത് ഒരു ലൈറ്റ് മീറ്ററിൻ്റെ കാര്യമാണ്. നമ്മുടെ ക്യാമറയിൽ അതിൻ്റെ അകത്തുള്ള ഒരു സെൻസറിനകത്ത് വരുന്ന വളരെ കുഞ്ഞ് ഒരു ലൈറ്റ് മീറ്ററിൻ്റെ കഥയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജോലിയാണ് ഞാൻ ഇതുവരെയും വിശദീകരിച്ചു കൊണ്ടിരുന്നത്. ഇങ്ങനെ നമ്മുടെ സെൻസറിനകത്ത് അല്ലെങ്കിൽ ക്യാമറയുടെ സെൻസറിനകത്ത് ദശലക്ഷക്കണക്കിന് ലൈറ്റ് മീറ്ററുകൾ അടുക്കി വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ക്യാമറയുടെ സെൻസർ. ഈ സെൻസറിലേക്ക് പ്രകാശം വീഴുമ്പോൾ അതിനകത്ത് അടുക്കി വെച്ചിട്ടുള്ള, ഇപ്പോൾ 10 മെഗാ പിക്സൽ എന്ന് പറയുകയാണെങ്കിൽ 10 ദശലക്ഷം, അതായത് 100 ലക്ഷം പിക്സലുകൾ, 1 കോടി പിക്സലുകൾ. ഈ 1 കോടി പിക്സലുകളും ഒരേ സമയത്ത് അതിൻ്റെ ദേഹത്ത് പതിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പതിക്കുന്ന പ്രകാശത്തെ, ആ ഒരു വളരെ ചെറിയ സമയം മാത്രമേ അത് അതിൻ്റെ ദേഹത്ത് പതിക്കുകയുള്ളൂ. അത്രയും സമയം പതിക്കുന്ന ആ പ്രകാശത്തെ കൃത്യമായി അളന്നെടുത്ത് പ്രോസസ്സറിന് റിപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പ്രോസസ്സറിൽ ഈ ഓരോ പിക്സലിൻ്റെയും സ്ഥാനം ഡിജിറ്റലി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ കൃത്യമായ സ്ഥലത്ത് ആ പ്രോസസ്സർ ഈ ഓരോ പിക്സലും കൊടുക്കുന്ന ഡാറ്റ എഴുതി ചേർക്കും. അങ്ങനെ നമുക്ക് കൃത്യമായിട്ടും ഒരു ചിത്രം തെളിഞ്ഞു കിട്ടും, ഡിജിറ്റൽ ഫോർമാറ്റിൽ ചിത്രം തെളിഞ്ഞു കിട്ടും. ഇനി ചില സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കൊടുത്ത നിർദ്ദേശം തെറ്റായിപ്പോയി. സെൻസറിനോട് നിങ്ങൾ പറഞ്ഞത് ഹെവി ആയിട്ടുള്ള ഒരു ലൈറ്റാണ് വരുന്നത് എന്നാണ്, പക്ഷേ അവിടെ ഒരു വളരെ കുറഞ്ഞ ലൈറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ 1 കോടി പിക്സൽസിൻ്റെ ദേഹത്തേക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ലൈറ്റ് പതിയുമ്പോൾ അതിനകത്തുള്ള പല പിക്സലുകൾക്കും വായിച്ചെടുക്കാൻ ആവശ്യമായ രീതിയിലുള്ള പ്രകാശം അതിൻ്റെ ദേഹത്ത് വന്ന് പതിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പതിക്കാത്തത്, അല്ലെങ്കിൽ പതിച്ചിട്ട് അതിനെ വായിച്ചെടുക്കാൻ, അതിനെ റീഡ് ചെയ്യാൻ പറ്റാത്ത ലൈറ്റ്, അത് എനിക്ക് സംഭവം കിട്ടിയില്ല എന്നുള്ള എറർ റിപ്പോർട്ട് പ്രോസസ്സറിലേക്ക് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഫോട്ടോയിൽ കൃത്യമായ സ്ഥലത്ത് ഏത് പിക്സലാണോ ഈ എറർ പറഞ്ഞത്, ക്യാമറയുടെ പ്രോസസ്സർ അവിടെ ഒരു
കറുത്ത കുത്ത് മാർക്ക് ചെയ്ത് വയ്ക്കും. അതേപോലെ തന്നെ ഓരോ സ്ഥലത്തുള്ള ഏതൊക്കെ പിക്സലുകളാണ് എറർ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെയൊക്കെ അതൊരു കറുത്ത കുത്തായിട്ട് നമ്മുടെ ഡിജിറ്റൽ ചിത്രത്തിൽ, ഡിജിറ്റൽ ഫയലിൽ മാർക്ക് ചെയ്ത് വയ്ക്കും. പിന്നെ നമ്മൾ ഈ ചിത്രം ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലോ അല്ലെങ്കിൽ ക്യാമറ സ്ക്രീനിലോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ, ചിത്രങ്ങളിൽ കൃത്യമായിട്ട് കളറോ ഡീറ്റെയിൽസോ വരാതെ അവിടെ കറുത്ത കുത്തുകൾ പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണും. ഇതാണ് ഡിജിറ്റൽ നോയ്സ്. ഈ ഡിജിറ്റൽ നോയ്സ് 2 കാരണങ്ങൾ കൊണ്ടുവരാം. ഒന്നുകിൽ പ്രകാശം കുറഞ്ഞതുകൊണ്ട് അതിന് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റാത്തതാവാം, അതുമല്ലെങ്കിൽ ഓവർ ഹീറ്റിംഗ്, അതുമല്ലെങ്കിൽ ആവശ്യത്തിനുള്ള സ്പേസിംഗ് ഇല്ലായ്മ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പിക്സലുകൾ നോയ്സ് റിപ്പോർട്ട് ചെയ്തേക്കാം. പ്രധാനമായിട്ടും ഇത് വരാറുള്ളത് പ്രകാശം കുറഞ്ഞു വരുന്ന ഒരവസ്ഥയിലാണ്. പിക്സലിന് പ്രകാശം കൃത്യമായി റീഡ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ അത് ബ്ലാക്ക് ആയിട്ട് കളർ റിപ്പോർട്ടിങ് ചെയ്യുന്നതാണ് നമുക്ക് നോയ്സ് ആയിട്ട് നമ്മുടെ ചിത്രത്തിൽ കാണുന്നത്. ഇനി നമ്മൾ പിക്സലിനോട് എത്രത്തോളം ശക്തമായ പ്രകാശമാണ് കടന്നു വരുന്നത് എന്ന് നിർദ്ദേശം നൽകുന്നതിനെയാണ് നമ്മൾ ISO സെറ്റിംഗ് എന്ന് പറയുന്നത്. ISO സെറ്റിങ്ങിൽ പൊതുവെ പറയാറുള്ളത് 100 ISO സെറ്റിങ്ങിൽ 100 എന്ന് നിങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ക്യാമറ സെൻസറിലുള്ള പിക്സൽ മനസ്സിലാക്കുന്നത് പുറത്തുള്ള പ്രകാശം വളരെ ശക്തമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് വലിയ സ്കെയിൽ എടുത്തിട്ട് വേണം അത് അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ ISO നമ്പർ ഇൻക്രീസ് ചെയ്യും തോറും ക്യാമറയോട് നിങ്ങൾ പറയാണ് പുറത്ത് നിന്ന് വരുന്ന പ്രകാശത്തിന് ശക്തി കുറവാണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് റീഡ് ചെയ്ത് എടുക്കണം എന്നുള്ളത്. 1 കോടി പിക്സൽ ഉണ്ടെങ്കിൽ 1 കോടി പിക്സലും ഒരേ കമ്പനി തന്നെ നിർമ്മിച്ചതാണെങ്കിൽ കൂടി മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ടും അതുപോലെ അതിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ അതിനകത്ത് ഓരോ പിക്സലും പരസ്പരം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ISO നമ്പർ ഒരു പരിധി വിട്ട് മുകളിലോട്ട് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ സെൻസറിലുള്ള പല പിക്സലുകൾക്കും ലൈറ്റ് കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചിത്രത്തിൽ നോയ്സ് കയറി വരാൻ തുടങ്ങും. ഇത് നിങ്ങളുടെ ചിത്രത്തിൻ്റെ ഭംഗി നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പിക്സലുകൾ ലൈറ്റ് റീഡ് ചെയ്യുന്നത് 2 രീതിയിലാണ്, 2 മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ലൈറ്റ് പതിക്കുന്നതിൻ്റെ യൂണിറ്റ് അത് ക്യാമറയുടെ പ്രൊസസ്സറിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന്, അതിലേക്ക് പതിക്കുന്ന ലൈറ്റിൻ്റെ തീവ്രത, അത് ഒരു ഘടകമാണ്. രണ്ടാമത്, അത് എത്ര നേരം ആ പിക്സലിൽ പതിച്ചു എന്നുള്ളത്. ഈ 2 കാര്യങ്ങൾ തമ്മിൽ ഗുണിച്ചെടുത്തിട്ട് ആ ഒരു റിസൾട്ടാണ് ക്യാമറ പ്രൊസസ്സറിലേക്ക് പിക്സലുകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ പ്രകാശം കുറേ നേരം വന്നു കഴിഞ്ഞാൽ അതൊരു വളരെ കൂടിയ പ്രകാശമായിട്ട് പിക്സലുകൾ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ലൈറ്റിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രകാശം കുറവാണെങ്കിൽ നമ്മൾ കുറേ നേരം പിക്സലിലേക്ക് പ്രകാശം കടത്തി വിടുകയാണെങ്കിൽ അതിന് ആവശ്യത്തിനുള്ള പ്രകാശം ഉണ്ട് എന്ന് അത് ക്യാമറ പ്രൊസസ്സറിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും നമുക്ക് തെളിച്ചമുള്ള ഒരു ചിത്രം ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സെൻസർ അല്ലെങ്കിൽ പിക്സൽ എന്നുള്ള ഈ സെഷനിൽ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ ഒന്നുകൂടി അത് വിശദീകരിക്കാം. സെൻസർ എന്ന് പറയുന്നത് ദശലക്ഷക്കണക്കിന് പിക്സലുകൾ കൂടിച്ചേർന്ന ഒരു ചെറിയ ഒരു യൂണിറ്റാണ്. ഒരു പിക്സൽ എന്നാൽ ഒരു ലൈറ്റ് മീറ്ററാണ്. അതിൽ വന്ന് പതിക്കുന്ന ലൈറ്റ് അത് കൃത്യമായി റീഡ് ചെയ്തിട്ട് ക്യാമറയുടെ പ്രൊസസ്സറിലേക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ജോലി. കടന്നു വരുന്ന പ്രകാശം എത്ര യൂണിറ്റ് ഉള്ളതായിരിക്കും എന്നുള്ള ഒരു ഏകദേശ ധാരണ പിക്സലിന് മുൻകൂട്ടി നൽകിയാൽ മാത്രമേ അതിന് കൃത്യമായിട്ട് ആവശ്യമായ തോത് ഉപയോഗിച്ചിട്ട് ആ പ്രകാശത്തെ അളന്നെടുത്ത് പ്രൊസസ്സറിലേക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടി നമ്മൾ മുൻകൂട്ടി കൊടുക്കുന്ന ഈ ഇൻസ്ട്രക്ഷനാണ് ISO സെറ്റിംഗ് എന്ന് പറയുന്നത്. ശക്തിയായ പ്രകാശമാണ് പിക്സലിൽ പതിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഈ ISO സെറ്റിങ്ങിൽ ഏറ്റവും കുറഞ്ഞ നമ്പർ ഉപയോഗിക്കുന്നതോടുകൂടി ക്യാമറയ്ക്ക് കൊടുക്കുന്ന നിർദ്ദേശം. ISO നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി ഈ പ്രകാശത്തിൻ്റെ തീവ്രത കുറയുകയാണ് എന്നാണ് പറയുന്നത്. അതായത് കുറഞ്ഞ പ്രകാശമാണ് ക്യാമറയിൽ പതിക്കുന്നത് എന്നാണ് നമ്മൾ ക്യാമറയോട് പറയുന്നത്. ഈ ISO നമ്പർ ഇൻക്രീസ് ചെയ്ത് ഒരു പരിധിയിൽ കൂടുതൽ വരുമ്പോൾ ക്യാമറ പിക്സലിന് അല്ലെങ്കിൽ സെൻസറിലെ പിക്സലിന് പലതിനും ലൈറ്റ് കൃത്യമായി റീഡ് ചെയ്യാൻ സാധിക്കാതെ വരികയും അത് നമ്മുടെ ചിത്രത്തിൽ നോയ്സായി രൂപപ്പെടുകയും ചെയ്യുന്നു. കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഫീൽഡിലെ ലൈറ്റ് കുറവാണെങ്കിൽ അതിന് പരിഹാരമായിട്ട് നിങ്ങൾ ISO നമ്പർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ISO നമ്പർ ഒരു പരിധി വിട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചിത്രത്തിൽ
നോയ്സ് വരും. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് സെൻസർ ലൈറ്റ് റീഡ് ചെയ്യുന്നത് ലൈറ്റിൻ്റെ തീവ്രതയും അത് എത്ര നേരം പതിക്കുന്നു എന്നുള്ള സമയവും കൂടി തമ്മിൽ കണക്കൂട്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രകാശം കുറവാണെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ നേരം സെൻസറിലേക്ക് പ്രകാശം കടത്തിവിട്ടാൽ മതിയാകും. മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഷട്ടർ സ്പീഡ് കുറച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ നേരം സെൻസറിലേക്ക് പ്രകാശം കടത്തിവിടുകയാണെങ്കിൽ ലോ ലൈറ്റ് സിറ്റുവേഷനിൽ കൃത്യമായ ചിത്രങ്ങൾ പകർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം.